മരണങ്ങൾ പലപ്പോഴും മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാറുണ്ട്. KJ ബേബി ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കാത്ത ആളുകൾ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നമുക്കറിയാം. അദ്ദേഹത്തെ തുറുങ്കിലടച്ചവർ പോലും ഇന്ന് KJ ബേബിയെ അനുസ്മരിക്കുന്നതും നമുക്കറിയാം. ഒരു പശ്ചാത്താപമോ ഒരു സ്വയം വിമർശനമോ കൂടാതെ തന്നെ 1981 KJ ബേബിയെയും നാടകീയ നാടക സംഘത്തെയും കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്യുകയും 2 പ്രാവശ്യം ജയിലിലാക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 4 വർഷത്തോളം എടുത്തു അദ്ദേഹത്തിനും നാടക സംഘത്തിനുമെതിരായി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കോടതി വിചാരണ ചെയ്ത് തീർക്കാനായിട്ട്. KJ ബേബി ആരംഭിക്കുന്നത് ഒരു ജനകീയ സാംസ്കാരിക വേദിക്കാരനായിട്ടല്ല. നേരത്തെ പുലിപ്പുഴ ചൂണ്ടിക്കാണിച്ചതുപോലെ 1973 പേരാവൂരിൻ്റെ സമീപ ഗ്രാമത്തിൽ നിന്ന് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് നടവയലിലേക്ക് കുടിയേറേണ്ടി വന്ന ഒരു കുടുംബമാണ് ബേബിയുടേത്. അദ്ദേഹം സംഗീതത്തിൽ അദ്ദേഹത്തിന് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. സംഗീതത്തിലും നാടകത്തിലും ജനങ്ങൾക്കിടയിലുള്ള സേവന പ്രധാനമായ പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കെടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അന്ന് അദ്ദേഹത്തെ ഇതിലേക്ക് സാമൂഹിക പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാനി ഫാദർ തേരകം ഫാദർ ജോൺ ജോസഫായിരുന്നു. ഫാദർ തേരകം ഒരുപക്ഷെ വയനാട്ടിലെ ആദിവാസികളെ സംബന്ധിച്ചൊക്കെയായിട്ടുള്ള അവരുടെ ഭൂമിക്കൊക്കെ വേണ്ടിയിട്ടുള്ള സമരങ്ങളെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ പഴയ ചരിത്രങ്ങൾ അറിയുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന് ഈ ആദിവാസികൾക്ക് ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തി പോന്നിരുന്ന അവരുടെ ഭൂമി അവകാശത്തെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുകയും അത്യാവശ്യം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഫാദർ തേരകം. ഫാദർ തേരകത്തിൻ്റെ ഒരു സഹായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്നേഹാലയം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാപനം അന്ന് ഫാദർ തേരകം തിരുനെല്ലിയിൽ നടത്തിയിരുന്നു. ആദിവാസി കുട്ടികളെ വിദ്യാഭ്യസിപ്പിക്കുക, അവർക്ക് അക്ഷരം പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, അവർക്കൊക്കെ ഇടയിൽ ചില സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുക. അങ്ങനെയാണ് പാട്ടിലേക്കും നാടകത്തിലേക്കുമൊക്കെ ബേബി വരുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് ഫാദർ തേരകത്തിൻ്റെ വേണമെങ്കിൽ നമുക്ക് സഹായി എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്നേഹാലയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വയനാട്ടിലെ നക്സൽ പ്രവർത്തകരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നത്. നേരത്തെ കുരിപ്പുഴ വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ജനകീയ സാംസ്കാരിക വേദി എന്ന് KJ ബേബി തന്നെ വിളിക്കുന്നത് സിവിക് ചന്ദ്രൻ പറയുമ്പോഴാണ് എന്ന് അദ്ദേഹം പറയണ്ടായി. ഒരു വലിയ അളവ് വരെ അത് ശരിയാണ്. ഈ ജനകീയ സാംസ്കാരിക വേദി രൂപപ്പെടുന്നതിന് മുൻപേ ഉണ്ടായ നാടകമാണ് നാടുകത്തിക. KJ ബേബിയുടെ ഈ പ്രവർത്തനങ്ങളിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള സംഗീത സംഘങ്ങൾ ഉണ്ടാക്കുക, ഗാനമേള സംഘങ്ങൾ, അതും നമ്മൾ സാധാരണ അറിയുന്ന ഓർക്കസ്ട്രയൊന്നുമല്ല. അവർ നാടൻ സംഗീത ഉപകരണങ്ങൾ, ഇപ്പോൾ പരമാവധി തുടി, പിന്നെ കല്ല്, അത് മുളയിൽ കുട്ടി ഉണ്ടാക്കുന്ന വാദ്യങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അന്ന്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച അപൂർണ എന്ന് പറയുന്ന ഒരു നാടകം, അപൂർണയും അവിടെ വയനാട്ടിലെ സാംസ്കാരിക പ്രവർത്തകർക്കും നാടക പ്രവർത്തകർക്കൊക്കെ ഇടയിൽ വളരെ സ്വീകാര്യത നേടിയ ഒരു നാടകമായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് വയനാട്ടിലെ വിപ്ലവ പ്രവർത്തകരിൽ പലരുമായി അദ്ദേഹം ബന്ധപ്പെടുന്നത്. അതിനു മുൻപ് ഈ തിരുനെല്ലിയിൽ വരുമ്പോഴാണ് സഖാവ് വർഗീസിനെ സംബന്ധിച്ച് KJ ബേബി മനസ്സിലാക്കുന്നത്. എന്താണ് വർഗീസ്? പുറത്ത് ഭീകരനായിട്ട് ക്രിമിനലായിട്ടൊക്കെ മാധ്യമങ്ങൾ, സർക്കാർ ഏജൻസികളൊക്കെ പ്രചരിപ്പിക്കുന്ന വർഗീസ് ആദിവാസികൾക്ക് ആരായിരുന്നു എന്ന് അദ്ദേഹം രക്തസാക്ഷിയായ തിരുനെല്ലിയിലെത്തുമ്പോഴാണ് ബേബി മനസ്സിലാക്കുന്നത്. ആദിവാസികൾ അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ആദിവാസികൾക്ക് കൂലി കൊടുത്തിരുന്ന നാഴിയുണ്ട്. അത് പറഞ്ഞ അളവ് തികയാത്ത ചെറുനാഴിയാണ് അന്ന് ജന്മിമാരും ഭൂവുടമകൾ നടപ്പാക്കിയിരുന്നത്. ഇതിനെ മാറ്റാൻ വേണ്ടി വർഗീസിൻ്റെ നേതൃത്വം നടന്ന സമരത്തെ തുടർന്ന് ഒരു വലിയ നാഴികയുണ്ടായി. അതിനെ വർഗീസ് നാഴി എന്നാണ് അന്നത്തെ ആദിവാസികൾ വിളിക്കുക.
അതിനും ശേഷമാണ് ഈ കൂലി കൊടുക്കേണ്ടത് വലിയല്ല, പണമായിട്ടാണ് കൊടുക്കേണ്ടത് എന്ന ആ അവകാശമൊക്കെ സ്ഥാപിക്കപ്പെടുന്നതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ വർഗീസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആരാധനയിൽ നിന്നാണ് വാസ്തവത്തിൽ ബേബിയുടെ നക്സൽ പ്രസ്ഥാനമായിട്ടുള്ള അടുപ്പം ആരംഭിക്കുന്നത്. അക്കാലത്ത് ഇപ്പോൾ നേരത്തെ കുരിപ്പുഴ പറഞ്ഞപ്പോൾ ഒരു തോറ്റ ജനതയാണ് എന്ന് നമ്മൾ പറഞ്ഞ ഒരു സംഗതി, ഈ മലയാളി ഒരു തോറ്റ ജനതയാണ് എന്ന് ആദ്യം രേഖപ്പെടുത്തിയതായ ഒരാൾ സുബ്രഹ്മണ്യദാസ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഈ അന്നത്തെ CPI-MLന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, കൊടുങ്ങല്ലൂർക്കാരനായിരുന്നു, എഴുത്തുകാരനും വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളിൽ തൽപരനായി പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാളാണ്. പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു, ഒരു തീവണ്ടിക്ക് മുമ്പ് തല വെച്ച്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, മലയാളി ഒരു തോറ്റ ജനതയാണ് എന്ന് സുബ്രഹ്മണ്യദാസ് എഴുതിയത്. ഈ സുബ്രഹ്മണ്യദാസ് വയനാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായ ഒരു 4-5 കൊല്ലം മുമ്പ് മരിച്ചുപോയ കണിയാരം PS ഗോവിന്ദേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ് അദ്ദേഹം. പിന്നീട് ഇപ്പോൾ CPI-MLന്റെ റെഡ് ഫ്ലാഗിൻ്റെ സെക്രട്ടറി ജയകുമാർ, ഒരു മോഹനൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളാണ് വാസ്തവത്തിൽ വർഗീസ് KJ ബേബിയെ ഈ നക്സലേറ്റ് പ്രസ്ഥാനമായിട്ടൊക്കെ അടുപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഈ കാലത്ത് അപൂർണ എന്നുള്ള നാടകം, മറ്റ് നാടക ഗായക സംഘം, ഇതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഇവരുമൊക്കെ ആയിട്ടുള്ള ബന്ധം ഒരു വലിയ ദിശാ വ്യതിയാനം വരുത്തുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് നാടുഗതിക എന്ന നാടകം അദ്ദേഹം എഴുതുന്നത്. നാടുഗതിക പിന്നീട് അവതരിപ്പിക്കപ്പെട്ട രൂപത്തിലേക്ക് വരുന്നത് പല ഘട്ടങ്ങളിലെ ചർച്ചകളിലൂടെയാണ്. ഈ ചർച്ചയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ചർച്ചകളല്ല, സൗഹൃദ സംഭാഷണങ്ങളിലൂടെ വരുന്ന രൂപപരമായ മാറ്റങ്ങളാണ് അതിനെ അവതരിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ നാടുഗതികയെ വാർത്തെടുക്കുന്നത്. ഈ നാടുഗതികയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും അതിന് റിഹേഴ്സൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത ഇപ്പോൾ കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാടിനടുത്ത് ഒരു മുരളി എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം വയനാട്ടിൽ ജോലി ചെയ്തിരുന്നയാളാണ്, നാടക സംവിധായകനാണ്. മുരളീധരൻ ഇലക്കാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ മുരളീധരൻ ഇലക്കാടാണ് വയനാട് ജനകീയ സാംസ്കാരിക വേദി രൂപപ്പെട്ടിട്ടില്ല. വയനാട് സാംസ്കാരിക വേദിയുടെ ഒരു ആദ്യ നാടകം പടയണി എന്നാണ് അതിൻ്റെ പേര്. ഈ പടയണി എന്ന നാടകത്തിൻ്റെ സംവിധായകനായിരുന്നു ഇലക്കാട് മുരളീധരൻ. അദ്ദേഹമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ നാടുഗതിക രൂപപ്പെടുന്ന അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുന്നത്. മുരളീധരൻ പറയാറുള്ളത്, താൻ കൊടുത്ത 1000-ൽ താഴെ രൂപ ഇത് വെച്ചുകൊണ്ട് ഒരു ചാക്ക് അരിയും ഒരു ചാക്ക് വാട്ടുകപ്പയും, ഇങ്ങനെയാണ് നാടകത്തിനുള്ള ക്യാമ്പ് അത് ആരംഭിക്കുന്നത്. ബേബിയും അതേ സംബന്ധിച്ച് ഏതോ ചില വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ നാടകം ആദ്യം അവതരിപ്പിക്കുന്നത് വയനാട്ടിൽ തന്നെ പൂതാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വയനാട്ടിൽ അത് ഏറെക്കുറെ വളരെ സ്വീകാര്യമായി. പല ആളുകൾക്കും ആദിവാസികളുടെയും വയനാട്ടിലെ സാധാരണ മറ്റ് പുറത്തുനിന്ന് വന്ന പരിഷ്കൃത ജനതയുടെയും ഒക്കെ തന്നെ ജീവിതവും ചരിത്രവും ഇങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന ഒരു തിരിച്ചറിവ് നൽകുന്നത് നാടുഗതിക നാടകം. ഈ വയനാട്ടിലെ ആദിവാസികളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹം മനസ്സിലാക്കുന്ന ഒരു സംഭവം, അത് നിങ്ങൾ പലർക്കും അറിയും. K. പാനൂർ എന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, മരിച്ചുപോയി. K. പാനൂരിൻ്റെ കേരളത്തിലെ ആഫ്രിക്ക എന്ന പുസ്തകം വരുമ്പോഴാണ് കേരളത്തിൽ ഇത്രത്തോളം ആദിവാസികളുണ്ടെന്നും അവരുടെ ജീവിതം ഇത്രത്തോളം വൈവിധ്യപൂർണവും സവിശേഷതകളുള്ളതും അത് ഇത്രത്തോളം നമ്മുടെ പരിഷ്കൃത ജനസാമാന്യത്തിൻ്റെ ജീവിത മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ കടുത്ത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്നൊക്കെ കേരളീയ ജനത മനസ്സിലാക്കുന്നത് പാനൂരിൻ്റെ പുസ്തകം വരുമ്പോഴാണ്. പാനൂർ തഹസിൽദാരോ അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഒരു ജോലിക്കാരൻ എന്ന നിലയ്ക്ക് വയനാട്ടിൽ ജീവിക്കേണ്ടി വന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ആദിവാസികളുടെ വിഭിന്ന ഗോത്രങ്ങളെ, അവരുടെ ജീവിത രീതിയെ, ഭാഷയെ ഇതേ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കേണ്ടി വരുന്ന ഇടയുണ്ടാകുന്നത്. അങ്ങനെ എഴുതുന്നൊരു പുസ്തകമാണ് കേരളത്തിലെ ആഫ്രിക്ക. പിന്നീട് വേറൊരു പുസ്തകം കൂടി ആദിവാസികളെ സംബന്ധിച്ച് അദ്ദേഹം എഴുതി. അതിൻ്റെ പേര് കേരളത്തിലെ അമേരിക്ക എന്നാണ്. ഈ 2 പുസ്തകവും K. പാനൂരിൻ്റേതാണ്. K. പാനൂരിൻ്റെ ഈ പുസ്തകങ്ങൾ മലയാളി പൊതുസമൂഹത്തിന് വയനാട്ടിലെ ആദിവാസികളെ എങ്ങനെയാണോ അവരുടെ ഭൗതിക ജീവിതത്തിനെ പരിചയപ്പെടുത്തിയത്, ഇതുപോലെ കേരളത്തിലെ സാംസ്കാരിക സമൂഹത്തിന് വയനാടൻ ആദിവാസികളുടെ കലയെ, സംസ്കാരത്തെ, ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ധർമ്മം നിർവഹിച്ചത് നാടുഗതികയാണ്. നാടുഗതിക
ആദ്യം അവിടെ നാടുഗദ്ദിക നിങ്ങൾക്ക് പലർക്കും അറിയാം. ഗദ്ദിക ആദിവാസികൾക്കിടയിലുള്ള ഒരു ആചാരമാണ്, ഒരു അനുഷ്ഠാനമാണ്, ഒരു ആഭിചാര കർമ്മം പോലുള്ള ഒരു അനുഷ്ഠാനം. കുടുംബങ്ങളെ അവരുടെ ഊരിനെയൊക്കെ ബാധിച്ചിട്ടുള്ള ദുഷിച്ച ബാധകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഒരു ആഭിചാര ക്രിയയാണ് ഗദ്ദിക എന്ന് പറയുന്നത്. അത് അവരുടെ ആ ഗോത്ര സമൂഹത്തിലെ ഒരു പുരോഹിതൻ എന്ന് നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഒരു ആഭിചാര കർമ്മം. ഇതിൽ ഗദ്ദികകാരനായിട്ട് നാടകത്തിൽ വരുന്നത് ബേബിയാണ്, KJ ബേബി തന്നെയാണ്. അപ്പോൾ ഈ നാടകം അതിനുശേഷം 1979 അന്ന് ജനകീയ സാംസ്കാരിക വേദി രൂപം കൊണ്ടിട്ടില്ല. വയനാട് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പടയണി ഉണ്ടാവുന്നത്. രണചേതന എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിൻ്റെ പേരിലാണ് മധുമാഷ് സംവിധാനം ചെയ്ത അമ്മ എന്ന നാടകം ഉണ്ടാവുന്നത്. നമുക്കെന്നറിയുന്ന ഒരു പ്രസിദ്ധ സിനിമാ നടനായിട്ടുള്ള ജോയ് മാത്യു, അദ്ദേഹം ഈ അമ്മ നാടകത്തിലെ പവേൽ കൊർച്ചാഗിൻ എന്ന് പറയുന്ന അമ്മയുടെ മകനായ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം അരങ്ങത്തെത്തുന്നത്. ഇതൊക്കെ മറ്റൊരു സംഭവമാണ്. അപ്പോൾ ഈ വയനാട് സാംസ്കാരിക വേദിയുടെ ഒരു സംഗതി എന്നുള്ള നിലയിലാണ് നാടുഗദ്ദിക ചുരമിറങ്ങി നാട്ടിലേക്ക് വരുന്നത്. അത് ആദ്യം അവതരിപ്പിച്ചത് ഇരിങ്ങാലക്കുട ഗവൺമെൻറ് സ്കൂളിൽ അന്ന് വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സമ്മേളനം നടക്കുന്ന ആ സമ്മേളന വേദിയിലാണ് ഒരു സായാഹ്നത്തിൽ ഈ നാടുഗദ്ദിക അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ അവതരണ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ, ചുരത്തിന് പുറത്ത് ചുരത്തിന് താഴെ ഇരിങ്ങാലക്കുടയിൽ. അതിനുശേഷം അത് കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ അത് കൊല്ലത്ത് കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ ശേഷം കേരളത്തിലൊരു നാടകം അത്രത്തോളം കൂടുതൽ അരങ്ങുകളിൽ അരങ്ങേറുന്നത് നാടുഗദ്ദികയാണ് എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കണക്ക്. അപ്പോൾ ഈ നാടുഗദ്ദിക അത് വയനാട്ടിലെ ആദിവാസികളുടെ ഒരു ചരിത്രം പറയുന്നു. അത് ആദിവാസികൾ കൊളോണിയലിസ്റ്റ് കാലഘട്ടത്തിന് മുമ്പ് മുതലേയുള്ള അടിമ ഉടമ കാലഘട്ടം മുതലുള്ള ഒരു അധികാരത്തിൻ്റെ പ്രയോഗം ഈ ആദിവാസി ജനതയെ എങ്ങനെയാണ് ദുരിതത്തിലാഴ്ത്തിയിരുന്നത് എന്ന് പറയുന്ന ഈ ആദിവാസി ചരിത്രത്തിൻ്റെ വളരെ സർഗാത്മകമായ ഒരു ആവിഷ്കാരമാണ് ഈ നാടുഗദ്ദികയിൽ സംഭവിക്കുന്നത്. നാടുഗദ്ദികയുടെ അവസാനത്തിൽ അതിലെ അധികാരി പല തലമുറകളിലൂടെ പല അധികാര ഘടനയിലൂടെ മാറി മാറി വരുന്ന ആ അധികാരിയെ തമ്പുരാൻ എന്നാണ് അയാൾ വിളിക്കുന്നത്. ഈ തമ്പുരാനെ ജനങ്ങൾ ആദിവാസികൾ ഒരുമിച്ച് പിടികൂടുകയും അയാളെ ശിരച്ഛേദം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ആ നാടകം അവസാനിക്കുന്നത്. ഇങ്ങനെ നാടുഗദ്ദിക ഈ കാലഘട്ടങ്ങളിൽ 1979 മുതൽ അതിങ്ങനെ കേരളത്തിൽ 2-3 വർഷക്കാലം തുടർച്ചയായിട്ട് അവതരിപ്പിച്ചു. 1980 അന്തിക്കാട് കൺവെൻഷനിൽ വെച്ച് 1980 സെപ്റ്റംബർ മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ ജനകീയ സാംസ്കാരിക വേദിയുടെ ആദ്യ കൺവെൻഷൻ നടക്കുന്നത്. അവിടെ വെച്ചാണ് ഒരു ജനകീയ സാംസ്കാരിക വേദി എന്ന സംഘടനാ രൂപം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ ആ സദസ്സിലും ഈ നാടുഗദ്ദിക അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ജനകീയ സാംസ്കാരിക വേദിയുടെ ബാനറിൽ ഈ നാടുഗദ്ദിക അവതരിപ്പിക്കപ്പെടുന്നത്. ആ കാലത്തും അത് KJ ബേബി തന്നെ ജനകീയ സാംസ്കാരിക വേദിയുടെ രാഷ്ട്രീയത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അതിൻ്റെ ഭാഗമായി അദ്ദേഹം സ്വയം അവതരിപ്പിക്കുമ്പോഴും ജനകീയ സാംസ്കാരിക വേദിയുടെ സാംസ്കാരിക വീക്ഷണത്തെയും അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയും അംഗീകരിക്കുന്ന ഒരാളായി ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ബേബി മാറിയിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ബേബി മരിച്ചതിന് ശേഷം രാജീവ് മാഷ് B. രാജീവൻ എഴുതിയൊരു കുറിപ്പ് ചിലപ്പോൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. CPI-MLൻ്റെ അന്നത്തെ സ്റ്റേറ്റുകളിൽ നിന്ന് വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിൽ നടന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആദ്യ സമ്മേളനം, ഈ സമ്മേളനം രഹസ്യമായി വയനാട്ടിൽ നടക്കുമ്പോൾ വയനാട്ടിൽ മാനന്തവാടിക്കടുത്ത് വാളാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ആ സമ്മേളനം നടന്നത്. ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ തലേ ദിവസം അവിടെ ഈ വാളാട് നാടുഗദ്ദിക അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈ സമ്മേളനത്തിൽ ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് B. രാജീവനും സിവിക് ചന്ദ്രനും KJ ബേബിയും പങ്കെടുക്കുന്നു എന്ന് B. രാജീവൻ മാഷ് എഴുതുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഓർക്കാത്തത് കൊണ്ടാവാം ഒരു രാഘവൻ എന്ന് പറയുന്ന മറ്റൊരു P&Dയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടി ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രതിനിധിയായിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ സമ്മേളനത്തിൽ
അവിടെ നിന്ന് പോലീസിൻ്റെ വരവിനെ തുടർന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ഓടിപ്പോകേണ്ടതായി വന്നപ്പോൾ, കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കേണ്ട വന്നപ്പോൾ തന്നെ ഒരു പാറയുടെ താഴെ മുകളിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത് ബേബിയായിരുന്നു എന്ന് മാഷ് എഴുതുന്നുണ്ട്, രാജീവ് മാഷ് എഴുതുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ രാഷ്ട്രീയത്തിനെ അദ്ദേഹം എത്രത്തോളം ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും അന്ന് ഈ രഹസ്യ സമ്മേളനത്തിൽ അടക്കം പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം KJ ഈ മൂവ്മെൻറ്റുമായിട്ട് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് 1981 മെയ് മാസത്തിൽ കേണിച്ചിറയിൽ മഠത്തിൽ മത്തായി എന്ന ഒരു ജന്മിയെ ഈ വിപ്ലവകാരികൾ ഉന്മൂലനം ചെയ്തപ്പോൾ, കൊലപ്പെടുത്തിയപ്പോൾ അതേ തുടർന്ന് കേരളത്തിലുണ്ടായ വലിയ ടെററിൻ്റെ ഭാഗമായിട്ടാണ് നാടുകത്തിക നാടക സംഘത്തിനെ രണ്ടാമത് അറസ്റ്റ് ചെയ്യുന്നത്. അതിനു മുൻപൊരിക്കൽ കോഴിക്കോട് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയും 10 ദിവസം അവർ ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് പുറത്തു വന്ന് ഏതാനും മാസങ്ങൾക്കകത്താണ് വീണ്ടും ഒരിക്കൽ കൂടി ഇവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നത്, നാടകം നിരോധിക്കുന്നത്, അവർ ജയിലിൽ നാടകം അവതരിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഏതാണ്ട് 30 ദിവസക്കാലം രണ്ടാമത്തെ അറസ്റ്റിൽ അവർക്ക് ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നിരുന്നു. ഈ നാടുകത്തിക നാടക സംഘത്തോടൊപ്പം ഒരു 3 ദിവസം സഞ്ചരിക്കാനുള്ള ഒരവസരം എനിക്കും ഉണ്ടാവേണ്ട വന്നിട്ടുണ്ട്. അത് എറണാകുളത്ത് നാടകം അവതരിപ്പിച്ചിരുന്നപ്പോഴാണ്. അക്കാലത്ത് ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ അതിന് അത്യാവശ്യമായ മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ലളിതമാണ്. ഇതൊക്കെ അടുത്ത് തന്നെ നാടകം അപ്പുറത്ത് നടക്കുന്നു, ഇവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നു, നാടകം കളിക്കുന്നു. അപ്പോൾ ഈ ജനകീയ സാംസ്കാരിക വേദിയുടെ കാലത്ത് നാടകത്തെ സംബന്ധിച്ച്, നാടകത്തെ മാത്രമല്ല കവിതയെ, സാഹിത്യത്തെ, പൊതുവിൽ സംസ്കാരത്തെ, സംസ്കാരവും രാഷ്ട്രീയവുമായ ബന്ധത്തെ, ഈ കാര്യങ്ങളിലൊക്കെ വളരെ വലിയ വിച്ഛേദനങ്ങൾ സംഭവിച്ച ഒരു കാലമായിരുന്നു അത്. നാടകം നമ്മളെന്നറിയുന്ന പ്രൊസീനിയം തിയേറ്റർ വിട്ട് അതിന് പുറത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങുന്നത് സ്റ്റേജിൻ്റെ അതിർവരമ്പുകൾ അതിന് ആവശ്യമില്ലെന്നും അതിന് പ്രേക്ഷകർക്കിടയിൽ കൂടിയും നാടകത്തിന് സംഭവിക്കാമെന്നും അന്ന് മലയാളത്തിലെ നാടക ആസ്വാദകരെ പഠിപ്പിച്ച, അവരെ ബോധ്യപ്പെടുത്തിയ ഒരു സംഗതിയാണത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ മലയാള നാടകത്തിൻ്റെ 100ാം വർഷം ആഘോഷിക്കുന്ന ഒരു വേളയിൽ ഇവിടെ കോട്ടയത്ത് വെച്ച് NN പിള്ള ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഇതിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ നാടകത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മ നാടകത്തിലൊക്കെ അതിലൊരു രംഗോപകരണങ്ങളുമില്ല, പക്ഷേ എല്ലാ രംഗോപകരണങ്ങളും, ഒരു പ്രസ് ഈ അരങ്ങിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പവേൽ കൊർച്ചാഗിൻ പ്രസ്സിലെ തൊഴിലാളിയായി നിൽക്കുന്ന പ്രസ് അരങ്ങിലുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ്. ഇത് മുഴുവൻ നടൻ്റെ ശാരീരിക ചലനങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ഒരു സംഗതി അവിടെ ഉണ്ട് എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയായിരുന്നു അവിടെ. ശബ്ദം മാത്രം പുറകിൽ, പ്രസ് ചലിക്കുന്ന ശബ്ദം. ഈ പ്രസിൻ്റെ ഓരോ ചലനത്തിനും അനുസരിച്ച് അതിൽ പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന നടൻ പ്രവർത്തിക്കുന്ന ഒരു രീതി. NN പിള്ള പറയുന്നത് ഈ അതിന് മൈമിങ് എന്നാ അന്ന് വിളിച്ചിരുന്നു. ഇന്ന് മൈമിങ് അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മൈമിങ് മലയാളത്തിലെ അരങ്ങിലില്ല എന്ന് ആരാണ് പറഞ്ഞത്? സദസ്സിൽ നിന്ന് നടൻ രംഗപ്രവേശം ചെയ്യുന്നത് ഇല്ല എന്ന് ആരാണ് പറഞ്ഞത്? അതിരുകളില്ലാത്ത, സ്റ്റേജില്ലാത്ത നാടകം മലയാളത്തിൽ അപരിചിതമാണെന്ന് ആരാണ് പറഞ്ഞത് എന്ന് NN പിള്ള ചോദിക്കുന്നുണ്ട്. അദ്ദേഹം കഥകളിയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നു, മറ്റു പല ഉദാഹരണങ്ങളും ചൂണ്ടി. അപ്പോൾ കഥകളിയിൽ നിണത്തോടു കൂടിയുള്ള കിർമീരവധം കഥകളി നടക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെയുള്ള അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, മലയാള നാടകത്തിന് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നാടക സങ്കല്പങ്ങളെ വലിയൊരു അളവ് വരെ പൊളിച്ചെഴുതാൻ അന്ന് സാംസ്കാരിക വേദിയുടെ ഈ നാടകങ്ങൾക്ക് കഴിയുണ്ടായിട്ടുണ്ടെന്ന് പറയാൻ മാത്രം. അതിലേറ്റവും പ്രമുഖമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് നാടുകത്തിക. അത് ആദിവാസി ജനത, അവരുടെ ചരിത്രം, അവരുടെ സംസ്കാരം, അവരുടെ ജീവിതം ഈ ആദിവാസികളുടെ പരിചയമില്ലാത്ത ഒരു സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുക കൂടിയായിരുന്നു ചെയ്തത്. ഈ 81 രണ്ടാമത്തെ അറസ്റ്റിനെ തുടർന്ന് നാടകം നിരോധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നീട് നാടുകത്തിക ആ രൂപത്തിൽ അരങ്ങേറിയിട്ടില്ല. വളരെ കാലം കഴിയുന്നതിന് മുൻപ് തന്നെ ജനകീയ സാംസ്കാരിക വേദിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ബേബി തൻ്റേതായ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. ഈ ഘട്ടത്തിലാണ് കനവ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ സ്ഥാപനം എന്നതിന് വിളിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, ഒരു വിദ്യാഭ്യാസ സങ്കല്പം പ്രായോഗികമാക്കാനുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. ആ വിദ്യാഭ്യാസ സങ്കല്പത്തെ സംബന്ധിച്ച് ഒരു അവകാശവാദവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് വികസിക്കുക എന്നതിനെ സംബന്ധിച്ചൊരു സങ്കല്പം അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്നതുമില്ല. കനവിൽ പഠിച്ച കുട്ടികളുണ്ട്, കനവിൽ നിന്ന് ജീവിതത്തെ സംബന്ധിച്ച് ലോകത്തെ സംബന്ധിച്ചൊക്കെ അറിഞ്ഞ കുട്ടികളുണ്ട്. ഈ കുട്ടികൾ മുതിരുകയും വളരുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവരെങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നതിനെ സംബന്ധിച്ച് അവർ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം ആരംഭിച്ചു. പക്ഷേ വ്യവസ്ഥയ്ക്കകത്ത് അവർക്ക് ജീവിക്കേണ്ടി വരുമ്പോൾ തങ്ങൾ ആർജിച്ച ഈ വിദ്യാഭ്യാസത്തിനെ വ്യവസ്ഥയുടെ സംവിധാനങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ വളരെ ചുരുക്കം ചില ഇത്തരത്തിലുള്ള സാരംഗ് എന്ന് പറയുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം നമുക്കതിന് വിളിക്കാൻ പറ്റില്ല. അട്ടപ്പാടിയിൽ ഗോപാലകൃഷ്ണൻ മാഷും ഒരു വിജയലക്ഷ്മിയും കൂടി ആരംഭിക്കുകയുണ്ടായി. അവരുടെ മകൻ ഗൗതമൻ ഇങ്ങനെ എല്ലാ വിദ്യാഭ്യാസത്തിനെയും നിരാകരിച്ചിട്ട് ജ്ഞാനിയായി മാറിയതിനെ സംബന്ധിച്ചും എഴുതിയത് ഞാൻ വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പൗലോ ഫ്രയറിൻ്റെയോ അതല്ലെങ്കിൽ ഡി സ്കൂളിനെ നിരാകരിക്കുന്ന ഇല്ലിച്ചിൻ്റെയോ ഒക്കെ തന്നെ സങ്കല്പങ്ങളെ അവരുടെ സൈദ്ധാന്തിക ധാരണകളെ പറ്റി ഒരു ധാരണയുമില്ലാതെ അതൊന്നും പഠിക്കാതെ ആവിഷ്കരിച്ച് നടപ്പാക്കുകയായിരുന്നു ബേബി ചെയ്തത്. അന്ന് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ എങ്ങനെയാണ് വികസിപ്പിക്കുക, അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുക, കൂടുതൽ ജ്ഞാനമാർജിക്കാനും ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാനും എങ്ങനെ കുട്ടികളെ പ്രാപ്തരാക്കാം എന്ന കാര്യത്തിലേക്ക് KJ ബേബിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവോ എന്നെനിക്കറിയില്ല. പിന്നീട് നമ്മൾ KJ ബേബിയെ അറിയുന്നത് ഈ കനവിൻ്റെ പേരിലാണ്. 1993 അവസാനത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി നാടുഗദ്ദിക അവതരിപ്പിക്കാൻ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ആദ്യത്തേത് ജനകീയ സാംസ്കാരിക വേദിയുടെ പേരിലായിരുന്നെങ്കിൽ മഞ്ഞുമലൈ മക്കൾ എന്ന ഒരു ബാനറിലാണ് അദ്ദേഹം 93 വീണ്ടും നാടുഗദ്ദിക അവതരിപ്പിക്കുന്നത്. ഈ നാടുഗദ്ദികയിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അധികാരിയെ ഉന്മൂലനം ചെയ്യുന്ന ജനകീയ സാംസ്കാരിക വേദി കാലത്തെ നാടുഗദ്ദിക മാറ്റി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. അന്ന് VH ദിരാർ എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ ഈ മഞ്ഞുമലൈ മക്കൾ നാടകത്തെ സംബന്ധിച്ച് മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞത് കമ്മ്യൂണിസത്തിൻ്റെ കറ കഴുകിക്കളഞ്ഞ നാടുഗദ്ദികയാണ് വീണ്ടും അവതരിപ്പിക്കാനായി അരങ്ങത്തെത്തുന്നത് എന്നായിരുന്നു. അങ്ങനെ പഴയ നാടുഗദ്ദികയുടെ രാഷ്ട്രീയമായ നിലപാടുകളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള പുതിയ ഒരു നാടുഗദ്ദിക 93 അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. ഏതാനും നാളുകൾ അത് അരങ്ങത്ത് തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു. ബേബി അതേ സംബന്ധിച്ച് ഒരു അഭിമുഖത്തിൽ പറയുന്നത് അതിൽ നിന്ന് പണം കിട്ടുകയുണ്ടായെന്നും നിരവധി അരങ്ങുകളിൽ അത് അവതരിപ്പിക്കുകയുണ്ടായെന്നും പോകാൻ തങ്ങൾക്കൊരു വാഹനം ഉണ്ടായെന്നും ഒക്കെയാണ്. അപ്പോൾ ഇത് നാടുഗദ്ദികയുടെ ചരിത്രം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെയാണ് കനവ് വരുന്നത്. അതിനും ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വരുന്നത്. എനിക്ക് തോന്നുന്നു കനവിന് മുമ്പ് തന്നെ മാവേലി മന്റം വന്നു എന്നെനിക്ക് തോന്നുന്നു. മാവേലി മന്റം അത് അദ്ദേഹം തന്നെ അതിനെ സംബന്ധിച്ച് പറയുന്നത് വാസ്തവത്തിൽ അതൊരു കൽപ്പിത കഥയാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇന്ന് നമുക്ക് ഈ മേഖലയിൽ ആദിവാസികൾ, ദളിതർ ഇവരൊക്കെ കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്ന അവരുടെ ചരിത്രം നമ്മുടെ സാമ്പ്രദായിക ചരിത്രകാരന്മാരിൽ നിന്ന് വ്യത്യസ്തരായി പുതിയ തലമുറ ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അടിമക്കച്ചവടം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്, ആളുകൾ വിലപേശി വിൽക്കുമായിരുന്നുവെന്ന്, ഇവർക്ക് മുകളിൽ ഒരു എല്ലാ അധികാരങ്ങളിലും നിഗ്രഹാനുഗ്രഹ ശേഷിയുള്ള വധശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം പോലുമുള്ള ജന്മിത്വം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ ഏറ്റവും പുതിയ കാലത്തെ ചെറുപ്പക്കാരായ ചരിത്രകാരന്മാരാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ആദിവാസി സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ആദിവാസി സമൂഹത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി പള്ളികളിൽ നിന്ന്, തറവാടുകളിൽ നിന്ന്, പഴയ ജന്മി കുടുംബങ്ങളിൽ നിന്ന് പഴയ പ്രമാണങ്ങളുടെ പകർപ്പുകൾ ശേഖരിക്കുന്ന കൂട്ടത്തിലാണ് കൈപ്പാടൻ എന്ന ഒരു അടിമയെ വില കൊടുത്ത് വാങ്ങിയതായും അയാൾ അവിടെ നിന്ന് വിമോചനത്തിന് ഓടിപ്പോകുന്നതായും ഉള്ള കഥയുടെ ആദ്യ തന്തു അദ്ദേഹത്തിന് കിട്ടുന്നത് ചരിത്രരേഖയാണ്. ഇത് വെച്ചുകൊണ്ട് ആദിവാസികൾക്കിടയിലുള്ള അവരുടെ പഴങ്കഥകൾ, അവരുടെ ഐതിഹ്യങ്ങൾ, അവരുടെ മിത്തുകൾ, അവരുടെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള അവരുടെ ആദിമ ധാരണകൾ ഇതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മാവേലി മന്റം എഴുതുന്നത്. പിന്നീട് അദ്ദേഹം ഒരിക്കൽ കൂടി അരങ്ങത്ത് വന്നത് ഞാൻ ഓർക്കുന്നു. അത് ഗുഡ് ബൈ മലബാർ എന്ന നോവൽ എഴുതിയതിന് ശേഷമാണ്. ഗുഡ് ബൈ മലബാറിലെ ഒരു കഥാപാത്രം
കുഞ്ഞുമായിൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നായിരുന്നു ആ നാടകത്തിൻ്റെ ശീർഷകമെന്നാണ് എൻ്റെ ഓർമ്മ. അത് തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഒറ്റയ്ക്ക് മറ്റ് നടന്മാരോ കഥാപാത്രങ്ങളോ ഒന്നുമില്ല. കുഞ്ഞുമായിൻ പറയുന്നതാണ്. കുഞ്ഞുമായിൻ്റെ ഈ പറയലിനെ സംബന്ധിച്ച് വില്യം ലോഗൻ്റെ മലബാർ മാനുവലും ആ കാലഘട്ടത്തിലെ മറ്റ് പല ചരിത്രരേഖകളിൽ നിന്നാണ് അദ്ദേഹം ആ കഥാപാത്രത്തിനെ കണ്ടെത്തുന്നത്. കഥാപാത്രമല്ല, അത് ചരിത്ര പുരുഷനാണെന്ന് അദ്ദേഹം പറയുന്നു. അത് 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആ കാലഘട്ടത്തിൽ കൊളോണിയലിസത്തെ ചോദ്യം ചെയ്യുന്ന മലയാളത്തിലെ ഒരു കർഷകൻ, കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ വിപണിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന കുഞ്ഞുമായിൻ എന്ന് പറയുന്ന കർഷകൻ എങ്ങനെയാണ് കൊളോണിയൽ അധികാര ഘടന തങ്ങളുടെ ഉപജീവനത്തിനെ, നിലനിൽപ്പിനെ, കൃഷിയെ, അതിജീവന ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അധികാര ഘടനയെ വാക്കിൽ ചോദ്യം ചെയ്യുന്നതാണ് ഈ നാടകത്തിൻ്റെ അംഗ നാടകത്തിൻ്റെ ഇതിവൃത്തം. പിന്നീട് മറ്റ് നാടകങ്ങളിലൊന്നും KJ ബേബി വരികയുണ്ടായിട്ടില്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഏത് രാഷ്ട്രീയത്തിനെ ഏത് കാലഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നാലും, ഏത് കാലഘട്ടത്തിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിരാകരിച്ചിരുന്നാലും, ഇന്ന് നമ്മൾ KJ ബേബിയുടെ ജീവിതത്തിനെ ജനകീയ സാംസ്കാരിക വേദിയുടെ നാടുഗദ്ദിക മുതൽ അവസാനം എഴുതിയ ഗുഡ് ബൈ മലബാർ വരെയുള്ള നോവലായോ, കനവ് വിദ്യാഭ്യാസ പരീക്ഷണമായോ, ഇതുമല്ലെങ്കിൽ കുഞ്ഞുമായിന് പറയാനുള്ളതിനെ സംബന്ധിച്ച് ഏകാംഗ നാടകമായോ, ഇങ്ങനെ പല വിധാനങ്ങളിൽ പല രൂപങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള KJ ബേബിയുടെ ജീവിതത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും അന്തർധാര നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വ്യവസ്ഥയ്ക്കെതിരായ ഒരു സമരമായിരുന്നു അത് എന്നതാണ്. വ്യവസ്ഥയെ ചോദ്യം ചെയ്യാനുള്ള ഈ ഒരു പഴയ കുടിയേറ്റ കാർഷിക മനസ്സ്, കുടിയേറ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും ഒരു തെറ്റോ പ്രതിലോമപരമായ ഒരു അർത്ഥം നമ്മൾ കൽപ്പിക്കേണ്ടതായിട്ടില്ല. കുടിയേറ്റങ്ങൾ പോലും സംഭവിക്കുന്നത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം ഇതാണ്. ഈ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു കർഷകൻ്റെ പ്രക്ഷുബ്ധമായ ഒരു മനസ്സ്, ഈ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ആവിഷ്കാരങ്ങളിലും നിറഞ്ഞു നിന്നത്. ഇപ്പോൾ നേരത്തെ കുര്യപ്പള്ളി സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് പോസ്റ്റുകൾ ഇന്ന് ബേബിയുടെ ജീവിതത്തിനെ സംബന്ധിച്ച് അവർ ബേബിയുടെ ആവിഷ്കാരങ്ങളുമായിട്ടുള്ള തങ്ങളുടെ ബന്ധത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകൾ എഴുതുന്നുവെങ്കിൽ അവരൊക്കെ വ്യവസ്ഥയ്ക്കെതിരായ ഈ സമരത്തിനോട് ഒപ്പം നിൽക്കുന്നുവെന്നും ആ സമരത്തിനോട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നുവെന്നും ആണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കാലം എത്രമാത്രം കെട്ട കാലമായിരുന്നാലും ഈ കാലത്തിന് അതിൻ്റെ അധികാര ഘടനയെ ചോദ്യം ചെയ്യുന്നതിന് കേരളത്തിലെ ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പിൻ്റെ മനസ്സ് സൂക്ഷിക്കുന്ന മുഴുവൻ ആളുകളും മുന്നിൽ ഉണ്ട് എന്ന് അവർ ഏറ്റുപറയുകയും അതിൽ KJ ബേബിയുടെ ഈ സാംസ്കാരിക വ്യക്തിത്വത്തെ, അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരത്തെ, അതിലെ വ്യവസ്ഥാ വിരുദ്ധതയെ തങ്ങൾ കൂടി നെഞ്ചേറ്റുന്നുവെന്നുമാണ് അതിൻ്റെ അർത്ഥം. അത് തീർച്ചയായും എത്ര ദുരിതപൂർണമായ, സാംസ്കാരികമായി എത്രത്തോളം അടിച്ചമർത്തപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ പോലും നമുക്ക് കേരളീയ ജനതയെ സംബന്ധിച്ച് അഭിമാനിക്കാനുള്ള, നമുക്കതിൽ പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള ഒരു ഘടകം KJ ബേബിയിൽ നിന്ന് കേരളീയ സമൂഹം കണ്ടെത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. KJ ബേബിയുടെ അനുസ്മരണം നടത്തുമ്പോൾ ഇന്ന് മുഖ്യമായും ഊന്നൽ നൽകേണ്ടത് അതിന് തന്നെയാണ്, ആ യാഥാർത്ഥ്യത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. KJ ബേബിയുടെ അദ്ദേഹമായിട്ടുള്ള വളരെ ഹ്രസ്വകാലത്തെ ഒരു നേരിട്ടുള്ള പരിചയമേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞുവല്ലോ, എറണാകുളം ജില്ലയിൽ ഈ നാടക സംഘത്തോടൊപ്പം, അത് ഞാൻ പറഞ്ഞില്ല എന്തിനു പോയി എന്ന്, ഈ നാടകം അവതരിപ്പിക്കുന്ന എല്ലാ വേദികളിലും നാടകത്തിന് മുൻപ് ജനകീയ സാംസ്കാരിക വേദിയുടെ രാഷ്ട്രീയവും നാടകത്തിൻ്റെ രാഷ്ട്രീയവും വിശദീകരിക്കുന്ന ഒരു അരമണിക്കൂർ നീണ്ട ഒരു പ്രസംഗം ഉണ്ടാവാറുണ്ട്. ഈ പ്രസംഗത്തിന് വേണ്ടി മറ്റു പല സ്ഥലങ്ങളിലും മറ്റു പലരുമാണത് ചെയ്തിട്ടുള്ളത്. പലയിടത്തും അതില്ലാതെയും നാടകം കളിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നടന്ന 6-7 നാടകങ്ങളുടെ അവതരണത്തിന് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ് 3 ദിവസക്കാലം ഞാൻ KJ ബേബിയുടെ ഈ നാടകത്തിനോടൊപ്പം പോവുകയുണ്ടായത്. ഞാൻ ആ കാലത്ത് ബേബിയുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, തൻ്റെ ട്രൂപ്പിലുള്ള, തൻ്റെ ടീമിലുള്ള മുഴുവൻ ആളുകളും, തീരെ ചെറിയ ആദിവാസി കുട്ടി മുതൽ യുവതികളായ 2 ആദിവാസി പെൺകുട്ടികളിൽ നിന്ന് നമുക്കവരെ വിളിക്കാൻ പറ്റുള്ളൂ, ഈ പെൺകുട്ടികളും മറ്റ് ആദിവാസികളും അല്ലാത്തവരുമായ 5-6 ആളുകളും കൂടി ഒരു 10-12 പേരുടെ ഒരു ടീമാണ് അവർ. ഇതിലെ മുഴുവൻ ആളുകളും ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ KJ ബേബി ഭക്ഷണം കഴിക്കാറുള്ളൂ.
അദ്ദേഹം ഇവരുടെയൊക്കെ കാര്യത്തിൽ അവരുടെ രക്ഷകർത്താവായിരുന്നു, അവരുടെ സഹോദരനോ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരുന്നു. ഇങ്ങനെ വളരെ നമുക്ക് പറയാൻ കഴിയുക മാനുഷികത എന്ന് നമ്മൾ വിളിക്കുന്ന ഇതിൻ്റെ ഒരു അവതാരം എന്നതുപോലെ ഇതോടൊപ്പം നിന്നിരുന്ന ഒരാളാണ് KJ ബേബി. ജീവിതത്തിലുടനീളം അദ്ദേഹം ഈ പറയുന്ന ഒരു മാനസിക നില അത് വെച്ചു പുലർത്തിയിട്ടുണ്ട് എന്ന് കൂടി ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. KJ ബേബിയുടെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വീണ്ടും ഒരിക്കൽ കൂടി വായിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ആദരമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യവസ്ഥയ്ക്കെതിരായ KJ ബേബിയുടെ പോരാട്ടത്തിൻ്റെ സത്ത അത് ഉൾക്കൊള്ളാനും നമുക്ക് സാധ്യമായ രീതിയിൽ ഒരു ദുരധികാര വ്യവസ്ഥയ്ക്കെതിരായ സാംസ്കാരിക സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടേതായ സംഭാവനകൾ നൽകാനുള്ള നമ്മുടെ ഒരു മനസ്സുകൂടി പ്രഖ്യാപിക്കുന്നു. ഈ സദസ്സ് മുഴുവൻ അങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിപ്രായം വളരെ കൃത്യവും ശാന്തഗംഭീരവുമായ ഒരു അനുസ്മരണമായിരുന്നു. താങ്ക് യു സർ. അടുത്തതായി നമ്മൾക്ക് ശ്രീ KJ ബേബിയുടെ ഒരു പാട്ട് ശ്രീകുമാർ സാറ് ആലപിക്കുന്നുണ്ട്. സാറിനെ ക്ഷണിക്കുകയാണ് സ്നേഹത്തോടെ.